ഹായ് ഗൈസ്, വെൽക്കം ടു ഋഷീസ് വ്ലോഗ്. നമ്മളിന്ന് പുതിയൊരു വീഡിയോയിലേക്കാണ്. ജസ്റ്റ് ഒരു കുളത്തിൽ പോയിട്ട് ചൂണ്ട ഇടാൻ വേണ്ടി പോവുകയാണ്. അപ്പം മീനിന് ഫുഡ് ഉണ്ടാക്കാനുള്ള മീനിൻ്റെ മറ്റേ പശുവിൻ്റെ പെല്ലറ്റ്, മൈദയും പിന്നെ കുറച്ച് എസൻസ് ചൂണ്ടയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാനും ജെയിനും ഉണ്ട്. അപ്പോൾ നമുക്ക് കുളത്തിൽ പോവാം. ആദ്യമായിട്ടാണ് ഈ കുളത്തിലൂടെ പറഞ്ഞത്. അപ്പോൾ ഒന്ന് മീൻ പിടിച്ച് നോക്കാം, കിട്ടുമില്ലെന്ന് പറഞ്ഞുകൂടെ. അപ്പോൾ കുളത്തിലേക്ക് കാണാം. ഒന്നുമില്ല കേസ്, നമ്മളിപ്പോൾ കുളത്തിൽ വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് കുളം. അപ്പോൾ നമുക്ക് തീറ്റ റെഡിയാക്കണം. നല്ല പായലുണ്ട്, പക്ഷേ അതിനകത്ത് നല്ല മീനുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ കഴിച്ചുകൊണ്ടായിട്ടാണ് വന്നത്. റാഡിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കിട്ടും. അപ്പോൾ കണ്ടോ, നമ്മളിവിടെ തീറ്റ ഇങ്ങോട്ട് കാണിക്കും. നമ്മൾ മൈദയും കൊണ്ടുവന്നിട്ടുണ്ട്, മറ്റേ പശുവിനുള്ള പെല്ലറ്റ്, പിന്നെ ഇതൊരു വാനില എസൻസ് ആണ്. ഇത് വളരെ കുറച്ച് ചേർക്കാൻ പറ്റുള്ളൂ, സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് മീനിന്. വളരെ കുറച്ച് ഒരു തുള്ളി എടുക്കുക, ഇതിനകത്ത് ഇങ്ങനെ ഒഴിക്കുക, ഒക്കെ അടച്ച് വയ്ക്കുക. അടുത്തിടാൻ പോകുമ്പോൾ വീട്ടിലെന്തെങ്കിലും പാകം ചെയ്യുമ്പോഴൊക്കെ നമ്മളിതിനെ അതൊക്കെ ഇങ്ങനെ മൈദയിൽ കുഴയ്ക്കണം. ഇതിനെ ചെറുതായിട്ട് നനയ്ക്കണം. കുറച്ച് നേരം നനച്ച് വെച്ചാൽ ഈ പെല്ലറ്റ് കോരി. ഇപ്പോൾ ഞാൻ കുളത്തിലേക്ക് ഇറങ്ങാൻ കുറച്ച് വെള്ളം ഇതിൻ്റെ പുറത്തൂടെ ഇങ്ങനെ പിടിച്ച് കൊടുക്കുക. അടക്കണം. 2 മിനിറ്റ് കോരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. ഇതാണ് നമ്മളെ ചൂണ്ട, കൈച്ചൂണ്ടയാണ് കേട്ടോ. നമ്മൾ കുപ്പിയിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ 2 ചൂണ്ടയാണ്. വളരെ കുറച്ച് നീളമുള്ള ടൊയിനേ ഉള്ളൂ. അപ്പോൾ സ്ഥിരം പരിപാടിയൊന്നുമില്ല, ടൈം പാസിന് വേണ്ടി ചെയ്ത് വെച്ചേക്കണതാണ്. ഈ അളവിലുള്ള ചൂണ്ടയിലാണ് പറഞ്ഞത്. മുമ്പ് ഒരിക്കൽ ജയ ഒറ്റയ്ക്ക് വന്നപ്പോൾ കാരി കിട്ടി. അപ്പോൾ ഇന്ന് നമുക്ക് ഇട്ട് നോക്കാം, എന്താണ് കിട്ടുന്നതെന്ന് അറിഞ്ഞൂടാ. നല്ല ശ്യാമസുന്ദര കേദാരമായ സ്ഥലമാണ്. നല്ല പ്രകൃതി ഭംഗി, നല്ല സൈലൻസുമാണ്. അപ്പോൾ കുറേ നേരം ക്ഷമയുണ്ടെങ്കിൽ മീൻ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മനസ്സിനെയൊക്കെ ശാന്തമാക്കാനും ക്ഷമ എന്തെന്ന് പഠിക്കാനും നല്ലൊരു ഉപാധിയാണ് മീൻപിടുത്തം. അപ്പോൾ നമ്മൾ പതുക്കെ ഇതിനെ ഓക്കെയാണ്, ആയിട്ടില്ല. പതുക്കെ കുഴയ്ക്കണം. അപ്പോൾ ഇത് ഏകദേശം പരുവായിട്ടുണ്ട്. വെള്ളം അങ്ങനെ നമ്മൾ ഒരുപാട് ചേർക്കാൻ പാടില്ല. കണ്ടോ, ഇതിപ്പോൾ നനഞ്ഞ് കൂർന്ന് ഇനി തീറ്റ കൂർന്ന് പറഞ്ഞാൽ അതിനുള്ള പാടാണ്. തീരെ വെള്ളമാക്കി കഴിഞ്ഞാൽ പണി കിട്ടും. ഞാൻ വെള്ളം വളരെ ചെറുതായിട്ട് അടിച്ച് കരിയൊക്കെ പൊട്ടിച്ച് ഇതിനകത്ത് കയറണ രീതിയിൽ തീറ്റ ഉണ്ടാക്കിയിട്ടുണ്ട്. ജയനാണ് ആദ്യം ചൂണ്ട കാസ്റ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ അങ്ങനെ അതാ ചൂണ്ടയിൽ നമ്മൾ തീറ്റയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തീറ്റയ്ക്ക് സ്മെല്ലുണ്ടോയെന്ന് മണപ്പിച്ച് നോക്ക്. നല്ല മണമുണ്ട്. മണമുണ്ട്. അപ്പോൾ ആ മണം വേണം. മണം ഉണ്ടെങ്കിലേ ഫിഷിൻ്റെ മണം ഉണ്ടെങ്കിലേ മീൻ വരുള്ളൂ. കിട്ടുമില്ലെന്നൊന്നും അറിഞ്ഞുകൂടാ. വളരെ പ്രതീക്ഷയോടെയാണ് ജയൻ അതാ ചൂണ്ട ആദ്യമായിട്ട് കാസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഭാഗ്യപരീക്ഷണം. ഞാൻ നടി വെള്ളത്തിൽ ചാടുമ്പോൾ ക്യാമറയും വെള്ളത്തിൽ ചാട്ടേ എന്ന് പറഞ്ഞ പോലെ ഇവനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു തലയിൽ കെട്ടുമൊക്കെ ആയിട്ട് പരമ്പരാഗതമായ മീൻപിടുത്തത്തിൻ്റെ അതേ ലുക്കിൽ ചെയ്യാൻ നിൽക്കുകയാണ്. എന്താവുമെന്ന് അറിഞ്ഞുകൂടാ. ചൂണ്ടയൊക്കെ അഴിച്ച് കണ്ടോ ഇടുന്നുണ്ട്. ഇനി കൈ ചുറ്റിയിട്ട് വേണം കാസ്റ്റ് ചെയ്യാൻ. നല്ല കാറ്റാണ് കണ്ടോ. ഇതിൻ്റെ അമ്മ എന്ത് രസം, ഭയങ്കര സുഖമാണ്. ഈ ഉച്ചയ്ക്കായിട്ട് പോലും ഒരു തുള്ളി ചൂട് ഫീൽ ചെയ്യുന്നില്ല. വീട്ടിൽ ഇരുന്നിട്ട് ചൂട് സഹിക്കാൻ വയ്യ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. വെള്ളവും നല്ല വലിയ കുളമാണ് കേട്ടോ. പക്ഷെ മൊത്തം പായൽ കയറി കിടപ്പുണ്ട്. വൃത്തിയാക്കി സംരക്ഷിച്ചിരുന്നെങ്കിൽ നല്ല കുളമായിരുന്നു. പക്ഷേ വെള്ളത്തിൻ്റെ കളറും കുറച്ച് മോശമാണ്. പക്ഷെ വെള്ളം കൊള്ളാം. അപ്പോൾ ഇനിയിപ്പോൾ ചൂണ്ടയിട്ട് നമ്മൾ മീൻ കിട്ടിയ അടുത്ത വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മളിവിടെ അവിടെ നിന്നിടത്തുനിന്ന് മാറി വേറൊരിടത്ത് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നും കൊത്തൊന്നുമില്ല, എന്നാലും അങ്ങനെ ഇട്ടൊക്കെയാണ്. മെനഞ്ഞാന്നൊരു വലിയ കാരി കിട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ബലത്തിലാണ് വന്നത്. അപ്പം നോക്കാം. ജയിനോടെ ഇരുന്ന് നോക്കുന്നുണ്ട്. കൊത്തൊന്നും നടക്കുന്നില്ല. ചേരും വെയിറ്റ് ചെയ്യണം. ക്ഷമയാണ് ഇതിന് മെയിൻ. അപ്പം നോക്കാം. കേസ് നമുക്ക് അങ്ങനെ ഒരു 2 പ്രാവശ്യം 2 വരെ ചൂട്ടയിൽ ഒരു വലിയ മീൻ, 2 വലിയ മീനാണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല സൈസുള്ളതാണെന്ന് തോന്നുന്നു. കൊണ്ട് അതിൻ്റെ അടിയിൽ ഈ കമുകിൻ്റെ ഓല ചീഞ്ഞ് കിടപ്പുണ്ട്. കൊടുത്തി അതിൻ്റെ ഇടയിൽ കൊണ്ട് വെച്ചിട്ട് ചൂണ്ട സക്കാക്കി കളഞ്ഞു. പൊട്ടിയില്ല ചൂണ്ട, പക്ഷേ മീൻ രണ്ടും രക്ഷപ്പെട്ടു പോയി. കുറേ നേരമായി നമ്മൾ വന്നിട്ട് 2 മണിക്കൂർ കൂടുതലായി. അപ്പം ഒന്നും കൂടി ഇട്ട് വെച്ചൊക്കെയാണ്. നോക്കിയിട്ട് ഇവിടെ നടന്നില്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരം വേറൊരു കുളത്തിലുണ്ട്, നമ്മുടെ തൊട്ടപ്പുറത്ത് വേറൊരു കുളമുണ്ട് വീടിനടുത്ത്. അവിടെ കല്ലേമുട്ടി, തിലോപ്പി പോലത്തെ സൈസ് മീനുകളുണ്ട്. അപ്പോൾ അത് കിട്ടാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ. അതെങ്കിൽ അത് നോക്കിയിട്ട് നമുക്ക് അതെടുക്കാം. കൊതുവിൻ്റെ കടിയൊക്കെ കൂടിയായിട്ടുണ്ട്. ജയന്ത വീണ്ടും തീറ്റ എടുത്ത് വയ്ക്കാൻ പോവുകയാണ്. ഒരു പ്രാവശ്യം കൂടെ ലാസ്റ്റ് ശ്രമം. ഇതും കൂടി ഇട്ടിട്ട് കിട്ടിയില്ലെങ്കിൽ വിടില്ല. ഇവിടെ നല്ല മീനുകളുണ്ട്, നമ്മൾ കണ്ടു. നല്ല എൻ്റെയൊക്കെ കൈയുടെ അത്രയും വലിപ്പമുള്ള നല്ല മീനുകളിനകത്ത് കിടന്നു. ഒരു 6-7 എണ്ണത്തിന് ഇപ്പോൾ കണ്ടു. ഞാൻ കുറച്ചുകൂടെ സമയമെടുത്ത് പകൽ നേരത്തെ വന്നിട്ട് ഒന്നുകൂടെ ഇവിടെ ചെയ്യണം. സമയമായി, മണി ഏകദേശം 5:45. അപ്പോൾ നമ്മൾ
ഇവിടുത്തെ പരിപാടി ഇന്ന് നിർത്തുകയാണ്. ജയം കണ്ട നിരാശനായിട്ട് നിൽക്കുന്നുണ്ട്, ചൂണ്ടയൊക്കെ മടക്കിയെടുത്ത്. അപ്പോൾ ഇന്ന് കിട്ടിയില്ല. ഇനി വൈകുന്നേരം ഇരുട്ടത്താണ്. നമ്മൾ അവിടെ അടുത്തൊരു കുളത്തിലാണ്, അത് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഒരു ദിവസം കൂടെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.